ഹലോ എവ്രി വൺ, എൻട്രി ടെക്നിക്കൽ എക്സാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. RRB JE എക്സാമിനേഷനിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്നും എടുത്തിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ തന്നെ ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഓരോ ടോപ്പിക്സിനും ഓരോ വെയിറ്റേജ് ആണ് ഉണ്ടാവുക. ഇങ്ങനെ വരുന്ന വെയിറ്റേജിൽ RRB JE എക്സാംസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പെസിഫിക് ടോപ്പിക് എന്നല്ല, കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോഴെല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. C is married to A, sister of D. B is the father of E. Who is the son of D? G is the sister of E. How is G related to C? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ, അപ്പോൾ ഇതുപോലത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്ലഡ് റിലേഷൻഷിപ്പിൻ്റെ മാത്രം ചോദ്യങ്ങളല്ല. ചില കേസസിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലും അല്ലെങ്കിൽ എന്തെങ്കിലും പസിൽ റിലേറ്റഡ് ചോദ്യങ്ങളിലുമൊക്കെ നമുക്ക് ഈ ഒരു തരത്തിലുള്ള ഒരു വേർഡ് അറേഞ്ച്മെൻറ്റ് കാണാം. അതായത് ഹൂ ഇസ്, ആൻഡ്, ബട്ട്, ദാറ്റ് എന്നൊക്കെ പറയുന്ന ചില വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, C is married to A, സിസ്റ്റർ ഓഫ് D. അപ്പോൾ ഇവിടെ സിസ്റ്റർ ഓഫ് D ആയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ആരെയാണ്? സീനെയാണോ? അല്ല, ഇവിടെ തൊട്ടടുത്ത ആളായിട്ടുള്ള നമ്മുടെ A ആണ് സിസ്റ്റർ ഓഫ് D എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തതിൽ വീണ്ടും ഹൂ ഇസ് ദ സൺ. അപ്പോൾ ഹൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബീനെയാണോ അതോ ഈനെയാണോ? പലപ്പോഴും സ്റ്റുഡൻസിന് ഡൗട്ട് വരുന്ന ഒരു ഏരിയ ആണിത് കേട്ടോ. നമ്മൾ ഹൂവും ദാറ്റും ആൻഡും ബട്ടും പറയുമ്പോൾ ഇവിടെ ആരെയാണ് റെഫർ ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായിട്ടും നമുക്കൊരു കൺഫ്യൂഷൻ വരാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഓർക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ആൻഡ് അല്ലെങ്കിൽ ബട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ എപ്പോഴും റെഫർ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് പേഴ്സണെ ആയിരിക്കും. അതേസമയം വീണ്ടും ഇവിടെ ഹൂ ആൻഡ് ദാറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ റെഫർ ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ആളെ ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ വ്യത്യാസം? ഫോർ എക്സാമ്പിൾ ഇവിടെ B is the father of E, who is the son of E എന്ന് പറഞ്ഞാൽ ഇവിടെ E ആണ് son of D. അതേസമയം ഇവിടെ ഹൂക്ക് പകരം ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ B is the father of E and is the son of D എന്ന് പറഞ്ഞാൽ ഇവിടെ son of D എന്ന് പറയുന്നത് E അല്ല, നേരെ മറിച്ച് B ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ഓർത്തിരിക്കുക. നിങ്ങൾ എക്സാംസ് വരുന്ന സമയത്ത് ഇതൊരു പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇതൊരു ബ്ലഡ് റിലേഷൻഷിപ്പ് ചോദ്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡയഗ്രാം വരച്ചിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും അല്ലേ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? C is married to A. സോ C ഇവിടെ മാരീഡ് ആയതുകൊണ്ട് നമ്മൾ ഡബിൾ ലൈൻ യൂസ് ചെയ്യുന്നു. A സിസ്റ്റർ ഓഫ് D. സോ A ഇവിടെ ഫീമെയിൽ ആയതുകൊണ്ട് ഇത് വൈഫ് ആണെങ്കിൽ ഇത് ഹസ്ബൻഡ് ആയിരിക്കും. നൗ A is the sister of D. ഡിയുടെ ജെൻഡർ നമുക്ക് അറിയില്ല കേട്ടോ. B is the father of E. Who is the son of D? അപ്പോൾ ഇവിടെ E എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? സൺ ഓഫ് D ആണ് അല്ലേ. സോ ഇവിടെ ഹൂ ഇസ് ദ സൺ ഓഫ് D. സോ ഇവിടെ നമുക്ക് E എടുക്കാം. സൺ ആയതുകൊണ്ട് വീണ്ടും പ്ലസ് കൊടുക്കാം. നൗ B ഇസ് ദി ഫാദർ ഓഫ് E. സോ ഇയുടെ അച്ഛൻ ഇവിടെ വേറെ ആളാണ് അല്ലേ. അപ്പോൾ പിന്നെ ഇത് മകനാകണമെങ്കിൽ D ഇവിടെ ലേഡി ആകണം അല്ലെങ്കിൽ അമ്മയാകണം. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡായിട്ട് വരുന്നതായിരിക്കും നമുക്കിവിടെ B എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ B ഇസ് ദി ഫാദർ ഓഫ് E, ഹൂ ഇസ് ദി സൺ ഓഫ് D. മനസ്സിലായല്ലോ എല്ലാവർക്കും. സോ E ആണ് സൺ ഓഫ് D. നെക്സ്റ്റ് G ഇസ് ദി സിസ്റ്റർ ഓഫ് E. സോ ഇവിടെ G വന്നു. നമുക്കപ്പോൾ ഇവരുടെ ഫാമിലി ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ഇതിൽ നിന്നും വരുന്ന ചോദ്യത്തിന് ആൻസർ കണ്ടെത്തിയാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? ഹൗ ഇസ് G റിലേറ്റഡ് ടു C? ഈ Gയും Cയും തമ്മിലുള്ള ബന്ധം എന്താണ്? G Cയുടെ ആരാണിത്? സിയുടെ ഭാര്യയുടെ സഹോദരിയുടെ മകളാണ് അല്ലേ. സോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് വൈഫിൻ്റെ സിസ്റ്ററിൻ്റെ ഡോട്ടർ അല്ലേ. വൈഫിൻ്റെ സിസ്റ്ററിൻ്റെ ഡോട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരായിരിക്കും? നമ്മൾ എന്താ സാധാരണ പറയുക? മലയാളത്തിൽ നമ്മൾ എന്താ പറയുക? ഭാര്യയുടെ അനിയത്തിയുടെ മോള്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനെ നമ്മൾ നീസ് എന്ന് പറയുക അല്ലേ. മലയാളത്തിൽ നമുക്ക് അതിനൊരു ഒറ്റ വാക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ നീസ് എന്നാണ് പറയുക. അതേസമയം മകൻ അല്ലെങ്കിൽ മെയിലാണെങ്കിൽ ഇവിടെ നെഫ്യൂ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നമ്പർ B ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഈ ക്വസ്റ്റ്യനും ഇതിൻ്റെ ആൻസറും എല്ലാവർക്കും അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
അടുത്ത ചോദ്യം, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നോ, ഇവിടെ 14 കേട്ടോ ഒരു നമ്പർ. അയ്യോ അത് ജസ്റ്റ് മിസ്സായിപ്പോയി, ഇവിടേക്ക് ആഡ് ചെയ്യാമേ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം, the first two numbers on the left of the sign double colon are related in a certain way. The same relationship holds for the second pair of numbers on the right side of the sign double colon of which one is missing. Find the missing one from the alternatives. അപ്പോൾ ഇവിടെ 14 എന്ന നമ്പർ എങ്ങനെയാണോ 49മായി റിലേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ 18 എന്ന നമ്പർ ഏതുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുക? സോ ഇതുപോലെ നമ്പർ അനാലജിയുടെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ആലോചിക്കേണ്ടത്? നമ്പേഴ്സ് തമ്മിലുള്ള സൈസ് നോക്കുക അല്ലെ, ഒന്ന് ചെറുതും ഒന്ന് വലുതും. അപ്പോൾ ഒന്നെങ്കിൽ ഇതിൽ നിന്നും അഡിഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നിന്നും മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. സോ നമുക്കിവിടെ അഡിഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടാൻ സാധ്യതയുണ്ടോ നമുക്കറിയില്ല, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇനി മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ മിനിമം 2 നമ്പേഴ്സ് ഡബിൾ എങ്കിലും ആകണം, ഒന്നിൻ്റെ ഡബിൾ എങ്കിലും ആകണം അടുത്തത്, എങ്കിലാണിത് ശരിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അഡിഷൻ യൂസ് ചെയ്യാൻ നേരത്ത് ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇവിടേക്ക് 53 ഇത് തമ്മിലുള്ള വ്യത്യാസമായിട്ട് നമുക്ക് കിട്ടുന്നത് അല്ലേ. സോ ഇവിടെ 53 അല്ല, തിരിഞ്ഞുപോയി, 35 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടേക്ക് വരുന്നത്. 35 ആണ് വരുന്നത് അല്ലേ, 35ൻ്റെ വ്യത്യാസമാണ് ഇവിടേക്ക് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതാണ് കറക്റ്റ് എങ്കിൽ നമ്മുടെ ആൻസർ ഇവിടേക്ക് 35 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 18ൻ്റെ കൂടെ 35 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ 53 വരണം അല്ലേ. 53 ഇവിടെ ആൻസർ ഓപ്ഷൻസിലുണ്ടോ? ഇല്ല. 63 ഉണ്ട്, പക്ഷേ 53 ഇല്ല. അപ്പോൾ അഡിഷൻ ഇവിടെ വർക്ക് ആവുന്നില്ല. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വേണമെങ്കിൽ ആലോചിച്ച് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ വർക്ക് ആവുന്നുണ്ടോ നോക്കിക്കേ. ഇത് ഈ നമ്പറിൻ്റെ 14 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഇരട്ടി എന്ന് വെച്ചാൽ 28ആണ്. അപ്പോൾ ഇരട്ടിയിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കിവിടെ വേണമെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യാം. സോ മൾട്ടിപ്ലിക്കേഷൻ ഇരട്ടി ഇല്ലാത്തത് കൊണ്ട് ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് 42 കിട്ടും, പ്ലസ് 7 ചെയ്താലാണ് 49 കിട്ടുക. അപ്പോൾ അത് തന്നെ നമുക്ക് എവിടേക്കും ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ 54 കിട്ടും. സോ 54ൻ്റെ കൂടെ വീണ്ടും 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 61 വരണം. അതും നമ്മുടെ ഓപ്ഷനിലില്ല. അപ്പോൾ 2 നമ്പേഴ്സ്, ഒന്ന് വലുതും ഒന്ന് ചെറുതും, അഡിഷനും മൾട്ടിപ്ലിക്കേഷനും അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ എന്താ ചെയ്യാൻ പറ്റുക? ഇത് രണ്ടും ഏതെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കിയാലോ, ഇതിനെ 7 × 2 എന്നും ഇതിനെ നമുക്ക് 7 × 7 എന്നും എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ രണ്ടിടത്തും 7 കോമൺ ആണ്, അപ്പോൾ ഇതിനെ 7 വെച്ചിട്ട് നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ ഇവിടെ 2 × സം നമ്പർ 7 × അതേ നമ്പർ എന്ന് കിട്ടണം. അപ്പോൾ ഇതിനെ നമുക്ക് 2 × 9 എന്ന് എഴുതാം അല്ലേ. സോ ഇവിടെ 7 × 2 7 × 7. അപ്പോൾ അടുത്ത ആൻസർ ഇവിടെ ഏത് വരണം? 9 × 2 ആണെങ്കിൽ അടുത്തത് വീണ്ടും 9 × 7. 9 × 7 ചെയ്താൽ 63 ഉണ്ട്. 63 നമ്മുടെ ഓപ്ഷൻ നമ്പർ സിയിൽ ആൻസർ ആയിട്ട് തന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ സിയിലുള്ള 63 ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? സോ ഓപ്ഷൻ നമ്പർ സി ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് നമുക്കിവിടേക്ക് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, the two words on the left side of the sign double colon are related in a certain way. The same relationship holds for the second pair of words on the right side of the sign double colon, of which one is missing. Find the missing one from the alternatives. അപ്പോൾ ഇവിടെ നേരത്തെ ചോദ്യത്തിൽ നമ്മൾ നമ്പർ ബേസ്ഡ് അനാലജി ആണെങ്കിൽ ഈ ചോദ്യത്തിൽ നമ്മൾ വേർഡ് ബേസ്ഡ് അനാലജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈസ്റ്റ് ഇസ് ടു നോർത്ത് വെസ്റ്റ്, നോർത്ത് ഇസ് ടു ഡാഷ്, ഇതാണ് ചോദ്യം. അപ്പോൾ ഇതെന്താ? വേർഡ് ബേസ്ഡ് അനാലജി ആണെങ്കിലും ഇത് മീനിങ് ഫുൾ വേർഡ്സ് ആണ് അല്ലേ. നോർത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വടക്ക് എന്നും ഈസ്റ്റ് എന്ന് വെച്ചാൽ കിഴക്ക് എന്നും നമുക്കറിയാം. അപ്പോൾ അത് ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് നേരെ നമ്മുടെ ഡിറക്ഷൻ്റെ റെഫറൻസ് ഡയഗ്രാം അങ്ങ് യൂസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോർത്ത് ഉണ്ട്, ഇവിടെ സൗത്ത് ഉണ്ട്, ഇവിടെ ഈസ്റ്റും ഇവിടെ വെസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ് നോർത്ത് ഈസ്റ്റ്, ഇവിടെ സൗത്ത് ഈസ്റ്റ് വരും, ഇവിടെ സൗത്ത് വെസ്റ്റ് വരും, ഇവിടെ വീണ്ടും നോർത്ത് വെസ്റ്റ് വരും. ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നോക്കിക്കേ, ഈസ്റ്റ് ഇസ് ടു, ഈസ്റ്റിനെ നമ്മൾ നോർത്ത് വെസ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തു. ഇവിടെയുള്ളത് നമ്മളപ്പം എങ്ങോട്ട് മാറി? നമ്മൾ ഇങ്ങനെ പോകുന്നതിന് എന്താ ഡിറക്ഷൻ എന്നാ പറയാം? നമ്മൾ
ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ, ക്ലോക്ക് നേരെ തിരിച്ചാണ് കറങ്ങുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ എത്ര ഡിഗ്രി പോയി? 135 എന്ന് വെച്ചാൽ ഇവിടെ ഒരു 90ഉം ഇവിടെ 45, 135 ഡിഗ്രി പോയി. അങ്ങനെയെങ്കിൽ നോർത്ത് ഇസ് ടു ഡാഷ്, ഇതാണ് ചോദ്യം. സോ നോർത്ത് ഇതാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതേപോലെ നേരെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും? വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് 135 ഡിഗ്രി പോയാൽ ഇവിടെ ആൻസർ സൗത്ത് വെസ്റ്റ് ആയിരിക്കും അല്ലേ. സോ സൗത്ത് വെസ്റ്റ് ഏത് ഓപ്ഷനിൽ? ഓപ്ഷൻ നമ്പർ ഡിയിലാണ് സൗത്ത് വെസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? സോ ഓപ്ഷൻ നമ്പർ ഡി ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, among 6 objects, B weighs half as much as E. F weighs 2.5 times as much as C. A weighs half as much as D and twice as much as C. D weighs 3 times as much as E. Which is the correct sequence of weight in descending order? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? ഇവിടെ 6 ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്, എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവർ തമ്മിലുള്ള വെയിറ്റ് കമ്പാരിസണിൽ റിസൾട്ടുകളായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ബിയുടെ വെയിറ്റ് എന്ന് വെച്ചാൽ എയിൻ്റെ ഇത്രയാണ്, സിൻ്റെ ഇത്രയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ഇക്വേഷനായിട്ട് സോൾവ് ചെയ്യാം. സോ ബി വേസ് ഹാഫ് ആസ് മച്ച് എസ് ഇ എന്ന് വെച്ചാൽ ബി ഈസ് ഈക്വൽ ടു E/2 ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഓരോന്നും എടുക്കാം. അതിലും എളുപ്പം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഇതിന് നമ്മളൊരു വെയിറ്റിംഗ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും മനസ്സിലാക്കാൻ. അത് നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള മേ ബി 100 or 200 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അങ്ങ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഒന്നിൽ കൂടുതൽ തവണ റെഫർ ചെയ്തിരിക്കുന്ന ലെറ്റർ ഏതാന്ന് നോക്കാം. ഇവിടെ സീന് 2 തവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എഫ് വെയ്സ് എത്രയാണ്? 2.5 times as much as C എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് എ വെയ്സ് തന്നിട്ടുണ്ട് ആൻഡ് ട്വൈസ് as much as C. അപ്പോൾ സി ഇവിടെ 2 തവണ വന്നതുകൊണ്ട് നമുക്ക് സിയുടെ വെയിറ്റ് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ഒന്ന് അസ്യൂം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ സിയുടെ വെയിറ്റ് 100 ആണ് എന്ന് അസ്യൂം ചെയ്യാണ് കേട്ടോ. അപ്പോൾ സി ആണ് നമ്മുടെ ഇവിടുത്തെ റെഫറൻസ്. ഇനി അത് വെച്ച് ബാക്കി എടുക്കാം. എഫ് വെയിറ്റ് സോ നമുക്ക് ജസ്റ്റ് എടുത്ത് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നു എഫ് വെയ്സ് 2.5 times as much as D. അപ്പോൾ സി എ ബി സി ഡി ഇ എഫ് ഇവിടെ നമുക്ക് വെക്കാം. എഫ് എത്രയാണ്? ഇതിൻ്റെ 2.5 ഇരട്ടി. അപ്പോൾ ഇത് 250. നൗ എ വെയ് ഹാഫ് as much as D and twice as much as C. അപ്പോൾ ആൻഡ് എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാ? ഡീനെയാണോ? അല്ല, ആദ്യത്തെ ആളെ അല്ലേ. സോ എയുടെ വെയിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എയുടെ വെയിറ്റ് ഇസ് twice as much as C. അപ്പോൾ ഇവിടെ എത്രയാണ്? 200 ആണ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് എഫ് വെയിറ്റ് ഇനി ഡി നെക്സ്റ്റ് തന്നിരിക്കുന്നു ഡിയുടെ വെയിറ്റ് ഇൻ്റെ 3 ഇരട്ടിയാണെന്നും തന്നിട്ടുണ്ട്. എഫിൻ്റെ വെയിറ്റ് 2.5 ആണെന്നും തന്നിട്ടുണ്ട്. എയുടെ വെയിറ്റ് ഇനി നോക്കിക്കേ, എയുടെ വെയിറ്റ് നമുക്ക് കിട്ടി. എ വേ ഹാഫ് as much as D. അപ്പോൾ ഇവിടെ ഡി എത്രയാണ്? എ ഡിയുടെ പകുതിയേ ഉള്ളുവെങ്കിൽ ഡി ഇവിടെ എത്രയായിരിക്കണം? 400 ആയിരിക്കണം വന്നിട്ടുണ്ടാവുക. ഇനി ഇവിടെ നമ്മുടെ ഡിയും ഇയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് കിട്ടുക? ഡി വെയ്റ്റ് 3 times as much as E. സോ ഇൻ്റെ 3 ഇരട്ടിയാണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഡി ഈസ് ഈക്വൽ ടു 3 times E. അപ്പോൾ ഡിയുടെ വാല്യൂ എത്രയാണ്? 400. അപ്പോൾ ഇത് ഇ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 400 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമുക്ക് 400/3 എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 സംതിങ് ആണ് നമുക്ക് ഇവിടേക്ക് കിട്ടുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇനി നമുക്ക് ബീനെ മാത്രമാണ് കിട്ടാനുള്ളൂ. ഇത് ഏകദേശം 133 ചില്ലറ അതാണ് ഇതിൻ്റെ കേട്ടോ. എക്സാക്റ്റ് വാല്യൂ എഴുതുന്നില്ല, നമുക്കിവിടെ അറേഞ്ച് ചെയ്താൽ മതിയല്ലോ അതിൻ്റെ ഓർഡറിൽ. ഓക്കെ, ഇനി ബി വെയ്സ് ഹാഫ് as much as E എന്ന് തന്നിട്ടുണ്ട്. സോ അപ്പോൾ ഇതിൻ്റെയും പകുതിയാണ് ബിയുടെ വെയിറ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇ 130 സംതിങ്ങേ ഉള്ളൂ, അതിൻ്റെ പകുതി എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 66 ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു അറേഞ്ച്മെൻറ്റ് ഇതിൽ നിന്നും നമുക്ക് ഈസിലി ഇനി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് വേണ്ടത് കറക്റ്റ് സീക്വൻസ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും വെയിറ്റ് ഉള്ള ആൾ ഫസ്റ്റ് വരണം, ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ആൾ ലാസ്റ്റ് വരണം അല്ലേ. അപ്പോൾ ഏറ്റവും വെയിറ്റ് ഉള്ള ആൾ ഇവിടെ ആരാണ്? ഡി ആണ്. 400 ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് 250 ഉണ്ട്, അപ്പോൾ എഫ് വരും. എ 200 ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ സി ആണോ? അല്ല, ഈ 133 ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഇ വരുവുള്ളൂ. ഏറ്റവും ലാസ്റ്റ് വരുന്നത് ബി. അപ്പോൾ ഈ ഓർഡറിൽ നമുക്ക് തന്നിരിക്കുന്നത് ഏത് ഓപ്ഷനിലാണെന്ന് നോക്കാം. ഡി എഫ് എ സി ഇ ബി.
DFA CEB അല്ലേ തന്നിരിക്കുന്നത്, നമ്മൾ ECB ആണോ വേണ്ടേ? അയ്യോ മാറിപ്പോയി, അതാ ഇവിടെ ഇയും പിന്നെ സിയും വരണം. C 100 അല്ലേ ഉള്ളൂ, അതെ കറക്റ്റാണ്, ഫസ്റ്റത്തെ ഓപ്ഷനിലാണ് അപ്പം നമുക്ക് ഇവിടേക്ക് തന്നിരിക്കുന്നത്. ഇത് കറക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ആൻസർ D ആയി മാർക്ക് ചെയ്തേനെ കേട്ടോ. D അല്ല, A ആണ് ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. സോ ഓപ്ഷൻ A ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. Arrange the following words in a meaningful logical sequence and choose the appropriate number sequence from the alternatives. അപ്പോൾ ഇവിടെ 6 വാക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 6 വാക്കുകൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ പ്രോപ്പറായിട്ടുള്ള ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇത് SSCയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സാധാരണ അതിൻ്റെ ഡിക്ഷണറി ബേസ്ഡ് ലോജിക്കാണ് ചോദിക്കാറ്. അപ്പോൾ ഇത് അതല്ല, അതിൻ്റെ ലോജിക്കിൽ നമ്മളിതിനെ അറേഞ്ച് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ, സാലറി, ചൈൽഡ്, അപ്ലൈ, ഇൻഫൻറ്റ്, എംപ്ലോയ്മെൻറ്റ്, ഒരു കുട്ടിയുടെ ജീവിതത്തിലെ പല സ്റ്റേജുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവയെ നമ്മളൊരു പ്രോപ്പർ രീതിയിൽ, ഒരു പ്രോപ്പർ ലോജിക്കൽ രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് വരുന്നത് ഏതായിരിക്കണം? ഇവിടെ നമുക്ക് പറയാം ഒരു ഫസ്റ്റ് ചൈൽഡാണ് വരിക. അല്ല, അതിലും ചെറുത് ഇൻഫൻസി ആണല്ലേ, നമ്മുടെ കുഞ്ഞായിരിക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഇൻഫൻസി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഇവിടേക്ക് നമുക്ക് 5 വരണം അല്ലേ. സോ 5-ൽ ഒരുപാട് ഓപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ചെയ്യാത്തതിനെ എലിമിനേറ്റ് ചെയ്യാം. ബാക്കി എല്ലാത്തിലും 3-1 ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇൻഫൻസി പോയി, പിന്നെ ചൈൽഡും, അതിനുശേഷം എഡ്യൂക്കേഷൻ. അത് കഴിഞ്ഞ് ഈ സാലറിയും അപ്ലൈയും എംപ്ലോയ്മെൻറ്റും എങ്ങനെയാണ് നമുക്ക് സെറ്റാക്കാൻ പറ്റുക? ഇവിടെ നമ്മുടെ സാലറി ഏറ്റവും ലാസ്റ്റായിട്ട് അല്ലേ, അപ്ലൈ ചെയ്ത് ജോലി കിട്ടി ലാസ്റ്റാണ് സാലറി വരുവുള്ളൂ. സോ സാലറി ഇവിടെ ലാസ്റ്റ് വരണം. ഇവിടെയും ലാസ്റ്റ് ഇല്ല, ഇവിടെയും ലാസ്റ്റ് ഇല്ല. സോ ഈ ഓപ്ഷൻസ് എല്ലാം തെറ്റ്. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ നമ്പർ D ആണ്, നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഓർഡർ കറക്റ്റ് അല്ലേ നോക്കിക്കേ. അപ്ലൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് എംപ്ലോയ്മെൻറ്റ്, ജോലി കിട്ടി, അതിന് ശേഷമാണ് സാലറി വരുന്നത്. സോ ഓപ്ഷൻ D ആണ് ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ദ നമ്പേഴ്സ് ഇൻ ഈച്ച് ഗ്രൂപ്പ് ആർ റിലേറ്റഡ് ഇൻ എ സർട്ടൻ വേ. Choose the correct number from among the alternatives that will replace the question mark. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒരു പ്രത്യേക രീതിയിൽ റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ നമ്പേഴ്സ് ഏത് രീതിയിലാണോ റിലേറ്റഡ് ആയിട്ടുള്ളത് അതേ രീതിയിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് ഏതാണ് വരുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3 ഉണ്ട്, അത് കഴിഞ്ഞ് 6 ഉണ്ട്. ഇതിൻ്റെ നടുക്കാണ് 9 തന്നിരിക്കുന്നത്. അപ്പോൾ 3ഉം 6ഉം എന്തോ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ 9 കിട്ടേണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം. 3 + 6 ചെയ്ത് ഡയറക്റ്റ്ലി കിട്ടും. പക്ഷേ ഇവിടെ 7 + 12 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 25 കിട്ടില്ല കേട്ടോ. അപ്പോൾ അത്ര ഡയറക്റ്റ് ആയിട്ടൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരില്ല. ഇവിടേക്ക് 12, ഇവിടേക്ക് 25 ആയിട്ടും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ 11ഉം പിന്നെ 15ഉം നടുവിലത്തെ നമ്പർ മിസ്സിങ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുക? ഇത് രണ്ടും ഡയറക്റ്റ്ലി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ കിട്ടുമോ? എന്തായാലും കിട്ടുന്നില്ല. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമോ? 6 × 3 നമ്മൾ ചെയ്താൽ ആൻസർ എത്ര കിട്ടും? ഇവിടെ 18 കിട്ടും. പകുതി എടുത്തിട്ടുണ്ടെങ്കിൽ 9 കിട്ടും. അപ്പോൾ അതേപോലെ നമുക്ക് 12 × 7 ചെയ്താൽ ആൻസർ എത്രയാണ്? 84 ആണ്. അതിൻ്റെ പകുതി 25 ആണോ? അല്ല. അപ്പോൾ അതും ലോജിക്കല്ല. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ എഴുതാൻ പറ്റുക? ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ നോക്കിക്കേ. 25ഉം 12ഉം 7ഉം. സോ ഇത് തമ്മിൽ 12ൻ്റെ കൂടെ 13 ആഡ് ചെയ്താൽ 25, അല്ലെങ്കിൽ പിന്നെ 7ൻ്റെ കൂടെ നമുക്ക് ഇവിടെ ഏത് ആഡ് ചെയ്താലാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത് നോക്കിക്കേ. അല്ല, വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ നമ്പേഴ്സ് രണ്ടും 9ഉം അതുപോലെ 25ഉം ഇത് രണ്ടും ബേസിക്കലി പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് വെച്ച് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഇവിടെ 3² ഇവിടെ 5² ആണ്. ഇത് 6 - 3 ചെയ്താൽ 3 കിട്ടും, 12 - 7 ചെയ്താൽ 5ഉം കിട്ടും. അങ്ങനെയെങ്കിൽ ഇവിടെ 15 - 11 ചെയ്താൽ 4 കിട്ടും അല്ലേ. അപ്പോൾ 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 4ൻ്റെ സ്ക്വയർ ഇവിടെ 16 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ ബിയിൽ വന്നിരിക്കുന്ന 16 ആണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ ഒബ്സർവ് ചെയ്തേ? ഈ ചോദ്യം നമ്മൾ നോക്കിയപ്പോൾ നടുക്ക് വരുന്ന നമ്പേഴ്സ് എല്ലാം തന്നെ പെർഫെക്റ്റ് സ്ക്വയർസ് ആണെന്ന് മനസ്സിലായി. അതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഒബ്സർവ് ചെയ്ത് അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലോജിക്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം,
in a certain code language. 792 means God is good. 847 means Rose is beautiful. 546 means children are beautiful. Now, which digit means Rose in that language? നമ്മുടെ RRB JED ഒക്കെ ഗോൾഡ് ബാച്ചസിൽ നമ്മൾ ഒരുപാട് വർക്കൗട്ട് ചെയ്തിയ ഒരു സെഷൻ ആയിരുന്നു കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്. അപ്പോൾ അതിൽ നമ്മൾ ടൈമർ വെച്ചിട്ട് പിള്ളേരെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റുഡൻസിന് എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു ചെറിയ ഷോർട്ട് കട്ട് നമ്മൾ അന്ന് അവിടെ പഠിച്ചു. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡിൻ്റെ പേരാണ് ലൊക്കേറ്റ് ആൻഡ് എലിമിനേറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ലൊക്കേറ്റ് ആൻഡ് എലിമിനേറ്റ് മെത്തേഡ്? ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഏതാണോ അതിനെ നമ്മൾ ആദ്യം ചോദ്യത്തിൽ ലൊക്കേറ്റ് ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് ഇവിടെ റോസ് ആണ്. God is good, Rose is beautiful. സോ ഈ റോസ് ആണ് ക്വസ്റ്റ്യൻ വേർഡ് എങ്കിൽ അതിനെ നമ്മൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ഈ റോസിനെ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് എസ് എന്ന് പറയുന്നത് ആദ്യത്തേലും രണ്ടാമത്തേലും ഉണ്ട്. അപ്പോൾ അതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഇപ്പം 792ഉം 847ഉം തന്നിട്ടുണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് 7 ഉണ്ടെങ്കിൽ എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ വേറെ ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ ഈ റോസ് ഇതുപോലെ എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. ഇല്ല, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അടുത്ത സ്റ്റെപ്പിൻ്റെ പേരാണ് എലിമിനേറ്റ്. എലിമിനേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒഴിവാക്കി കളയുക. എന്തിനാണ് നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ വേർഡിൻ്റെ കൂടെ എത്ര വേർഡ്സ് തന്നിട്ടുണ്ടോ അതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എസ് തന്നിട്ടുണ്ട്. സോ എസ് ഇവിടെയും വന്നിട്ടുണ്ട്. കോമൺ ആയിട്ട് രണ്ടെണ്ണത്തിലും 7 ഉണ്ട്. അപ്പോൾ അതിനെ രണ്ടിനെയും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ക്ലിയർ എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് എലിമിനേറ്റ് ചെയ്യേണ്ട വാക്ക് ബ്യൂട്ടിഫുൾ ആണ്. സോ ഇവിടെയും ബ്യൂട്ടിഫുൾ ഉണ്ട്, ഇവിടെയും ബ്യൂട്ടിഫുൾ ഉണ്ട്. 84ഉം ഉണ്ട്, ഇവിടെ 54ഉം ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് രണ്ടെണ്ണത്തിലും 4 ഉണ്ട്. അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. എന്താണോ റിമൈനിങ് വരുന്നത് അതാണ് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ഇവിടെ റോസ് ആണ്, ബാക്കി വന്നിരിക്കുന്നത് 8 ആണ് അല്ലേ. അപ്പോൾ 8 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ നമ്പർ എ ആണ് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ അല്ലാതെ നിങ്ങൾ ഇവിടെ ബ്യൂട്ടിഫുളിൻ്റെ കോഡ് മാത്രം കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുന്നതിൻ്റെ കോഡ്, ചിൽഡ്രൻ്റെ കോഡ്, ഇതൊന്നും നിങ്ങൾ കണ്ടുപിടിക്കേണ്ട. അതിലേക്ക് ഒന്നും പോവണ്ട. ക്വസ്റ്റ്യൻ വേർഡ് ഏതാണെന്ന് ലൊക്കേറ്റ് ചെയ്യുക, അതിൽ നിന്ന് തന്നെ ആൻസർ കിട്ടുമോ നോക്കുക. കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന വാക്കുകളെ എലിമിനേറ്റ് ചെയ്യും. ഇത്ര മാത്രമാണ് നിങ്ങളിവിടെ ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If direction is coded as RIDTCENOI, then introduce would be coded as dash. കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യം അല്ലേ. ഡിറക്ഷൻ എന്ന വാക്കിൻ്റെ കോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് എന്നതിൻ്റെ കോഡ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മൾ പൊതുവേ ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക? നമ്മൾ സോൾവ് ചെയ്യുമ്പം ഓരോ അക്ഷരത്തിനെ മുമ്പിലേക്കോ പുറകിലേക്കോ ഒക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ റീസൺ എന്താ? ഈ ഡിറക്ഷൻ എന്ന വാക്കിൽ എന്തൊക്കെ അക്ഷരങ്ങളുണ്ടോ അത് തന്നെയാണ് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡിലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളിത് ഒന്ന് ഇവിടെ നോക്കിക്കേ. ഡിറക്ഷൻ DIRECTION, അതേ ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ RID, അതിനുശേഷം TCE ആൻഡ് NOI. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു തരത്തിലുള്ള റീഅറേഞ്ച്മെൻറ്റ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് നോക്കാം. DIR എന്ന് പറയുന്ന ഒരു ബ്ലോക്കിനെ നേരെ തല തിരിച്ച് RID ആക്കി മാറ്റി. ഇനി വീണ്ടും ECT എന്ന ബ്ലോക്കിനെ തല തിരിച്ച് TCE ആക്കി മാറ്റി. ION എന്ന ബ്ലോക്കിനെ NOI ആക്കി മാറ്റി. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങോട്ടും വിട്ടു, ഇതിനെ ഇങ്ങോട്ടും വിട്ടു, ഇതിനെ നേരെ താഴേക്കും വിട്ടു. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത് ഇൻട്രൊഡ്യൂസ് INTRODUCE. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ആദ്യം INTനെ എടുക്കുക, 3 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡർ മാറ്റാം. ROD അതേപോലെ എടുക്കുക, വീണ്ടും UCE അതേപോലെ എടുക്കുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ ഏതാ കിട്ടുക? T, N and I, D, O and R, നെക്സ്റ്റ് E, C and U. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഓപ്ഷൻസിൽ നോക്കിയാൽ മതി. TNI ഈ ഓപ്ഷനിലുള്ള എലിമിനേറ്റ്, DOR ഇതിലുള്ള എലിമിനേറ്റ്. നെക്സ്റ്റ് ECU നമ്മുടെ ഓപ്ഷൻ നമ്പർ ബിയിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ നമ്പർ B ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓപ്ഷൻ നമ്പർ ബി ആണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, a clock is placed on the table in such a way that at 5:15 p.m. the minute hand points to the south. In which direction the hour hand will point at 7:30 p.m. അപ്പോൾ ഈ തന്ന ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് ഡിറക്ഷൻ സെൻസിൻ്റെ കുറച്ച് കോൺസെപ്റ്റും അറിയണം, അതുപോലെ തന്നെ ക്ലോക്കിൻ്റെ കുറച്ച് കോൺസെപ്റ്റും അറിയണം അല്ലേ. ഒരുപാട് കോൺസെപ്റ്റ് ഇല്ല, ക്ലോക്കിൽ നിന്നൊക്കെ ഇതല്ലാത്ത ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പക്ഷേ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. ആംഗിളൊന്നും കണ്ടുപിടിക്കേണ്ട, ജസ്റ്റ് ഹാൻഡ്സ് വെച്ചിട്ട് സമയം അനുസരിച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെയും നമുക്ക് ഡിറക്ഷൻ സെൻസ് വരുന്നത് കാരണം നമുക്ക് ഈ ഒരു റെഫറൻസ് ഡയഗ്രാം നമുക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കാം. ഓക്കെ, ഇൻ കേസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ക്ലോക്ക് ഇസ് പ്ലേസ്ഡ് ഓൺ ദ ടേബിൾ സച്ച് ദാറ്റ് അറ്റ് 5:15. അപ്പോൾ 5:15 എന്ന് പറയുന്ന ടൈമിൽ ശരിക്കും ഈ സൂചികൾ എവിടെയാണ് വരണ്ടേ? ഇവിടെ 12, ഇവിടെ നമുക്ക് 3 വരും, ഇവിടെ 6, ഇവിടെ 9 വരണം അല്ലേ. 1, 2, നെക്സ്റ്റ് ഇവിടെ 4, 5, ഇവിടെ 7, 8, 10 ആൻഡ് 11. അപ്പോൾ ഇവിടെ ശരിക്കും സൂചികൾ എവിടെ വരണം? 5:15. ഓക്കെ, ഇവിടെ നമുക്ക് മിനിറ്റ് ഹാൻഡ് പോയിൻറ്റ്സ് ടു ദ സൗത്ത് എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. സോ 5:15 ആകുമ്പോൾ ഇവിടെയാണ് മിനിറ്റ് ഹാൻഡ് വരുന്നത്, അവർ ഹാൻഡ് ഏകദേശം ഇവിടെയും വരും. ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ആക്ച്വൽ സമയം അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5:15 ദ മിനിറ്റ് ഹാൻഡ് പോയിൻറ്റ്സ് ടുവേർഡ്സ് സൗത്ത്. അപ്പോൾ ഇത് സൗത്ത് ആണെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും സൗത്ത് ആണോ? അല്ല. ഈ സൗത്ത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഈസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഈസ്റ്റിനെ എങ്ങനെയാണ് നമുക്ക് സൗത്ത് ആക്കാൻ പറ്റുക? ഇതിനെ നമ്മൾ ഇത് ക്ലോക്ക് ടേബിൾ അങ്ങനെ വെച്ചു എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഈസ്റ്റിനെ സൗത്ത് ആക്കണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ക്ലോക്ക് വൈസ് 90 ഡിഗ്രി ഇതിനെ ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ടൈം 7:30 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ 7:30 എടുക്കാം. അപ്പോൾ ഞാനിവിടെ 7:30 വരയ്ക്കാൻ പോവാണ് കേട്ടോ. സോ ഇവിടേക്ക് 12, ഇവിടെ 6, ഇവിടെ 9, 10, 11, ഇവിടേക്ക് 8, 7. അപ്പോൾ 7:30 ആകുമ്പം നമ്മുടെ സൂചികളൊക്കെ എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക നോക്കിക്കേ. ഇവിടെ നമുക്ക് അവർ ഹാൻഡ് മാത്രം മതി, അപ്പോൾ ഇത് ഏകദേശം ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ശരിക്കും ഇത് സൗത്ത് വെസ്റ്റിലാണ്, പക്ഷേ ഈ ക്ലോക്ക് തിരിച്ചു വെച്ചത് കാരണം അത് ഏതാ കാണിക്കുക? ഇതിനെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് 90 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്തതുപോലെ ഇതിനെയും നമ്മൾ ക്ലോക്ക് വൈസ് 90 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി? ഇത് നോർത്തും വെസ്റ്റും ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ സൂചി അപ്പം ഈ തിരിച്ച് വെച്ചത് കാരണം എവിടെയായിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക? നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ നമ്പർ എയിലുള്ള നോർത്ത് വെസ്റ്റ് ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഡിറക്ഷൻ സെൻസിൻ്റെയും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്ലോക്ക് ബേസ്ഡ് ലോജിക്കിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ചോദ്യം. ഇനി അടുത്ത ചോദ്യം, the numbers in the matrix given below follow a certain trend row wise and or column wise. അപ്പോൾ ഇത് ഏതിലാണെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നെങ്കിൽ റോ വൈസ് ആയിരിക്കാം അല്ലെങ്കിൽ കോളം വൈസ് ആയിരിക്കാം. Now study the trend and choose the number which will replace the question mark. അപ്പോൾ ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന്, ഞാൻ അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. ഇവിടെ 6ഉം 27ഉം 9ഉം 8ഉം 28ഉം 7ഉം വീണ്ടും 11ഉം ഡാഷും 4ഉം. അപ്പോൾ ഇതിൽ ഒന്നെങ്കിൽ റോ വൈസ് ലോജിക് ആയിരിക്കാം അല്ലെങ്കിൽ കോളം വൈസ് ലോജിക് ആയിരിക്കാം. ഏത് ലോജിക്കാണെന്നൊന്നും അറിയില്ല. എന്ത് ലോജിക്കാണെങ്കിലും നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടണം അല്ലേ. അതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇവിടെ റോ വൈസ് ലോജിക് ആണെങ്കിൽ 6ഉം 27ഉം എന്തെങ്കിലും ചെയ്ത് 9 കിട്ടാം, അല്ലെങ്കിൽ 9ഉം 27 എന്തെങ്കിലും ചെയ്ത് 6 കിട്ടാം. ഇനി കോളം വൈസ് ലോജിക് ആണ് വരുന്നതെങ്കിൽ നേരെ താഴേക്ക് 6ഉം 8ഉം ചെയ്തിട്ട് നമുക്ക് 11 കിട്ടാം, 27ഉം എന്തോ നമ്പറും ചെയ്ത് 28 കിട്ടാം, 9ഉം 7ഉം ചെയ്ത് നമ്മുടെ ആൻസർ 4 കിട്ടാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ആൻസർ കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് പടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത് റോ വൈസ് ലോജിക് ആണോ കോളം വൈസ് ലോജിക് ആണോ യൂസ് ചെയ്യുന്നത് നമുക്ക് ആദ്യം മനസ്സിലാവണം അല്ലേ. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇങ്ങനെ വരുന്ന കേസസിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ അത് നമ്പേഴ്സ് തമ്മിലുള്ള വലിപ്പം അതിൻ്റെ സൈസ് റിലേറ്റ് ചെയ്ത് നോക്കാം.
ഇവിടെ രണ്ടും ചെറിയ നമ്പർ, ഇവിടെ ചെറുത് ഇവിടെ ചെറുത്. സോ ഈ ത്രൂ ഔട്ട് ആദ്യത്തെ കോളമിലും രണ്ടാമത്തെ കോളമിലും ചെറിയ നമ്പേഴ്സും നടുക്കത്തെ കോളമിൽ മാത്രം വലിയ നമ്പേഴ്സും വന്നാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഡെഫിനറ്റ്ലി 6ഉം 9ഉം എന്തോ ചെയ്തിട്ടാണ് നമുക്കിവിടെ 27 കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാം. സോ 6ഉം 9ഉം എന്തോ ചെയ്ത് 27, അതിനുശേഷം 8ഉം 7ഉം എന്തോ ചെയ്ത് 28 ആൻഡ് 11ഉം 4ഉം അതേ ലോജിക്ക് ചെയ്ത് ഇവിടെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ എന്താ ആലോചിക്കുക? നേരത്തെ ചെയ്തതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ആണോ അഡിഷൻ ആണോ? രണ്ട് ചെറിയ നമ്പേഴ്സും ഒരു വലിയ നമ്പറുമാണ്. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 36 കിട്ടും, അതിൽ നിന്ന് ഇത് കിട്ടില്ല. ആഡ് ചെയ്ത് 15 കിട്ടുള്ളൂ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 56 കിട്ടും, ഇവിടെയും അങ്ങനെ ആൻസർ കിട്ടില്ല. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? അഡിഷൻ എന്തായാലും കിട്ടുന്നില്ല. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുക നോക്കിക്കേ. ഈ 27 എന്ന് പറയുന്നത് 9ൻ്റെ മൾട്ടിപ്പിളാണ്. ഇവിടെ 9 × 3 ആണ് 27. അതേപോലെ 7 × 4 ആണ് 28. അപ്പോൾ ഇതിനെ നമുക്ക് × 5 ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കിക്കേ. 6ൻ്റെ പകുതിയാണ് 3, വീണ്ടും 8ൻ്റെ പകുതിയാണ് 4 നമുക്കിവിടേക്ക് വരുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ ആൻസർ ഇവിടെ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുക? ഇവിടെ നമുക്ക് 11 ആൻഡ് 4 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 6ഉം 8ഉം വന്ന കൂട്ടത്തിൽ ഇവിടെ നമുക്ക് 11 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 11ൻ്റെ പകുതി നമുക്ക് അതുപോലെ എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? 11ൻ്റെ പകുതി എടുത്താൽ നമുക്ക് ഡെസിമൽ കിട്ടും. സോ × 2 ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് 4ൻ്റെ പകുതി എടുക്കാനും. അപ്പോൾ × 2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 22 കിട്ടും. സോ 22 നമുക്കിവിടെ ആൻസർ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടെ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ സി ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം നമ്പർ സീരീസിൻ്റെ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 8888, 666, 44. അടുത്ത നമ്പർ ഏതായിരിക്കും? അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ആദ്യത്തെ നമ്പർ എത്രയാണ്? ഒരു 4 ഡിജിറ്റ് നമ്പർ തന്നിട്ടുണ്ട്. അടുത്തത് ഒരു 3 ഡിജിറ്റ് നമ്പർ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു 2 ഡിജിറ്റ് നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത എന്തായിരിക്കണം? 1 ഡിജിറ്റ് നമ്പറാണ് അല്ലേ? അപ്പോൾ ഈ 20ഉം 22ഉം എന്തായാലും ആൻസറായിട്ട് വരില്ല. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, ഇവിടെ 4 8 തന്നിട്ടുണ്ട്. അപ്പോൾ 8 റിപ്പീറ്റ് ചെയ്യുന്നു. അടുത്തതിൽ 6 റിപ്പീറ്റ് ചെയ്യുന്നു, 4 റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് കുറഞ്ഞു വരികയാണ്. കുറയണമെങ്കിൽ ഒന്നെങ്കിൽ ഡിവിഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ വേണം. അപ്പോൾ ഇവിടെ ഡിവിഷൻ വരാൻ സാധ്യതയുണ്ടോ? ഡയറക്റ്റ് സബ്ട്രാക്ഷൻ ആയിരിക്കും വരിക. -2 ചെയ്താൽ 6 കിട്ടി, -2 ചെയ്താൽ 4 കിട്ടി, -2 ചെയ്താൽ വീണ്ടും ഇവിടെ നമുക്ക് 2 തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ 1 ഡിജിറ്റ് നമ്പറാണ് നമുക്ക് വരാൻ പാടുള്ളൂ. ആ വരേണ്ട നമ്പർ ഏതാ? 2 ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ ഏതാണ്? 1 ഡിജിറ്റ് നമ്പർ ഇവിടെ 2. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ സിയിലുള്ള 2 ആണ്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് ഇവിടേക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. തന്നിരിക്കുന്നതിൽ നിന്നും ഓഡ് വൺ ഔട്ട്, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻ കണ്ടുപിടിക്കുക. F, R, Q ആൻഡ് L. സോ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? അക്ഷരങ്ങളാണ് അല്ലേ? അക്ഷരങ്ങളാണെങ്കിലും റീസണിങ്ങിലെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ അവയുടെ പ്ലേസ് വാല്യൂ എടുത്തിട്ട് വേണം മനസ്സിലാക്കാൻ. സോ എഫ് എന്ന് പറയുന്നത് 6ാമത്തെ അക്ഷരം, R എന്ന് പറയുന്നത് 18ാമത്തെ അക്ഷരം, ഇത് 17ാമത്തെ അക്ഷരം, ഇത് 12ാമത്തെ അക്ഷരം. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക? ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇതിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? ഈ ക്വസ്റ്റ്യനിൽ ഇതെല്ലാം തന്നെ ഓഡ് അല്ല, ഈവൻ നമ്പേഴ്സാണ്. 6ഉം 18ഉം 22ഉം അല്ലേ? ഇത് മാത്രം ഒരു ഓഡ് നമ്പറാണ്. മാത്രമല്ല ഇതൊരു പ്രൈം നമ്പർ കൂടിയാണ്. അപ്പോൾ പ്രൈം നമ്പർ, ഓഡ് നമ്പർ ഇവിടെ പ്ലേസ് വാല്യൂ ആയിട്ട് വരുന്നത് സിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി സി തന്നെ ആയിരിക്കണം ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് നമുക്കിവിടേക്ക് കിട്ടുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? സോ ഓപ്ഷൻ സി ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം,
On which days will Sundays come in February 2020? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ കുറച്ച് ഡിറക്റ്റ് ആയിട്ടുള്ള ഈസിലി ആൻസർ കിട്ടുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ഇത് അത്ര എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റൻ അല്ല കേട്ടോ. നമുക്ക് കാലണ്ടറിൻ്റെ ലോജിക്ക് പ്രോപ്പറായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ക്വസ്റ്റൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ എൻട്രി ആപ്പിൽ ഇഷ്ടംപോലെ കണ്ടൻറ് റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക്സ് വേണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കോമെൻറ്റ്സിൽ ചോദിച്ചാൽ മതി. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ എൻട്രി ആപ്പിൽ ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഫ്രീ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് വീണ്ടും ക്വസ്റ്റൻസിനെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ മാത്രം വരുന്ന ആ ഒരു ലോജിക്ക് ഇതിൽ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, ഓഡ് ഡേയുടെ കോൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ഓഡ് ഡേ എന്ന് വെച്ചാൽ ഒരു ആഴ്ച കഴിഞ്ഞ് അതിലധികം വരുന്ന ദിവസം, അതിനെയാണ് നമ്മളിവിടെ ഓഡ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ നോർമലി ഒരു ഓഡ് ഡേ, ഒരു ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേ വരും. അങ്ങനെ പോയി 400 വർഷം കൂടുമ്പോൾ ഇവിടെ 0 ഓഡ് ഡേയ്സ് കിട്ടും. ഓരോ 400 വർഷം കൂടുമ്പോഴും നമുക്ക് 0 ഓഡ് ഡേയ്സ് തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് 400 കഴിഞ്ഞ് 800, 1600, 2000 വരെ ഇവിടെ 0 ഓഡ് ഡേയ്സ് ആണ് കിട്ടുന്നത്. 0 ഓഡ് ഡേയ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എത്രയാണെന്നറിയാമോ? ജനുവരി അല്ലെങ്കിൽ ഡിസംബർ എന്ന് തന്നെ പറയാം. ഡിസംബർ 31, 2000 അവസാനിക്കുന്നത് 0 ഓഡ് ഡേ അല്ലെങ്കിൽ ഒരു സൺഡേയിലായിരിക്കും. എന്ന് വെച്ചാൽ ജനുവരി 1, 2001 എന്ന് പറയുന്നത് ഒരു മൺഡേ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾക്ക് അറിയാമെങ്കിൽ 2020 പോകാൻ നമുക്ക് എളുപ്പമാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല, ഈ കോൺസെപ്റ്റ് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ജനുവരി 1, 2001 ഒരു മൺഡേ ആണെന്നുള്ള കാര്യം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മാത്രം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എക്സ്ക്യൂസ് മീ. അപ്പോൾ ഇവിടെ 2001 നിന്നും നമുക്ക് 2020 പോകേണ്ടത് അല്ലേ? എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്? 1 നിന്നും 20 പോകുമ്പോൾ 19 വർഷമുണ്ട്. അതിൽ എത്ര ലീപ്പ് ഇയറും എത്ര നോൺ ലീപ്പ് ഇയറും ഉണ്ടെന്ന് നോക്കിക്കേ. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ എല്ലാ 4 വർഷം കൂടുമ്പോഴും 2001 കഴിഞ്ഞ് 2004, 2008, 2012, പിന്നെ 2016 ഇത്രയും ലീപ്പ് ഇയേഴ്സാണ്. 2020 ഓൾറെഡി ലീപ്പ് ഇയറാണ്, നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ 4 ലീപ്പ് ഇയർ, ഒരു ലീപ്പ് ഇയറിൽ 2 അധിക ദിവസം, ഇൻറ്റു 2 ചെയ്താൽ 8, ബാക്കി 4, 15 19 4 പോയാൽ ബാക്കി 15 അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്കിവിടെ 23 ദിവസം കിട്ടും. ക്ലിയർ? ആ 23നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 2 ഓഡ് ഡേയ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 2020 ജനുവരി 1 എന്ന് പറയുന്നത് ഇവിടെ ഏതായിരിക്കും? 2 ഓഡ് ഡേ. ഇവിടെ ഇത് ജനുവരി 1, 2001 മൺഡേ ആണെങ്കിൽ ഇവിടേക്ക് വരുന്ന ജനുവരി 1 നമുക്ക് 2 ഓഡ് ഡേ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ജസ്റ്റ് 2 മൺഡേയിലേക്ക് ആഡ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് സൺഡേ ഏത് ആണ് എന്നതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വീണ്ടും ഫെബ്രുവരിയിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ജനുവരി 1 കഴിഞ്ഞു. ഇനി അപ്പോൾ ജനുവരിയും ഫെബ്രുവരിയും മാത്രം നോക്കിയാൽ മതി. ജനുവരിയിൽ 1-ാം തീയതി പോയാൽ ബാക്കി 30 ദിവസം, 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2 അധിക ദിവസം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഫെബ്രുവരി 1-ാം തീയതി ഏത് ദിവസമാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ക്ലിയർ? അപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി ഏത് ദിവസമായിട്ടാണ് നമുക്ക് ഇവിടേക്ക് വരുന്നത്? 2020 വന്നു. അപ്പോൾ ഇവിടെ വന്ന് കിട്ടിയ ഈ 2 ഓഡ് ഡേയുടെ കൂടെ നമുക്ക് ഇതുകൂടി ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇത് നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2020 ജനുവരി 1. അപ്പോൾ ഏതായിരിക്കും ഇത്? 1-ാം തീയതി ജനുവരി 2001 മൺഡേ ആണെങ്കിൽ ഇവിടെ മൺഡേ +2 ചെയ്താൽ നമുക്കിവിടെ വെനസ്ഡേ കിട്ടും. അപ്പോൾ ഇനി ഫെബ്രുവരി 1-ാം തീയതി 2020 ഏതായിരിക്കും? ഈ 2 + 1 ആഡ് ചെയ്താൽ നമുക്കിവിടേക്ക് 3 എന്ന് കിട്ടും അല്ലേ? വെനസ്ഡേ കഴിഞ്ഞ് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പോൾ ഇത് ഒരു സാറ്റർഡേ ആണ്. സോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടേക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഫെബ്രുവരി 1, 2020 എന്ന് പറയുന്നത് ഒരു സാറ്റർഡേ ആണ്. അങ്ങനെയെങ്കിൽ അവിടെ അടുത്ത സൺഡേ വരുന്ന എപ്പോഴായിരിക്കും? ജസ്റ്റ് +1 ചെയ്താൽ 2 ഫെബ്രുവരി ആയിരിക്കും നമ്മുടെ ആദ്യത്തെ സൺഡേ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നമ്പർ ഡിയിൽ 2 ഫെബ്രുവരി ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് നമുക്ക് വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ ഡി ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഉത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്തതായിട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. In a certain code, landmine is written as PYR BQGRC. How will homemade be written in the same code language? അപ്പോൾ വീണ്ടും ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യം പോലെ തമ്മിൽ റീഅറേഞ്ച്മെൻറ്റ് കൊണ്ട് ഇവിടെ ആൻസർ നടക്കില്ല അല്ലേ? പിന്നെ നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? ഇവിടെ ലാൻഡ് മൈൻ എന്ന് പറയുന്ന വാക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കോഡായിട്ട് PY നെക്സ്റ്റ് RB QGRC ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി റീഅറേഞ്ച്മെൻ്റ് അല്ല, അതിന് പകരം നമ്മുടെ തന്നിരിക്കുന്ന ലെറ്റേഴ്സിൻ്റെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ഷിഫ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവയുടെ റിവേഴ്സ് പെയർ എടുക്കുകയോ അങ്ങനെ എന്തോ ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഷിഫ്റ്റിംഗ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലും പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇവയുടെ പ്ലേസ് വാല്യൂ കൂടി ജസ്റ്റ് എഴുതി വെക്കാം കേട്ടോ. ഇത് 12. പ്ലേസ് വാല്യൂ എന്ന് വെച്ചാൽ എത്രാമത്തെ അക്ഷരമാണോ അക്ഷരമാലയിൽ അതിനെയാണ് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. 12, 1, 14, 4, 13, 9, 14, 5. ഇവിടേക്ക് 16, 25, 18, 2, 17, 7, 18, 3. ക്ലിയർ? അപ്പോൾ ഇവിടെ ഷിഫ്റ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കിക്കേ. 12ഉം 16ഉം +4 ഇത് തൊട്ട് ബാക്കിലുള്ള ലെറ്ററാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. Z അല്ലേ, അതിൻ്റെയും പുറകിൽ. സോ -2, വീണ്ടും +4, ഇവിടേക്ക് -2, ഇവിടേക്ക് വീണ്ടും +4, -2, അതങ്ങനെ പോകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വാക്ക് ഇവിടെ ഹോം മെയ്ഡാണ്. HOMEMADE. ഇതിനെ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? സോ ഇവിടെ നമുക്ക് പ്ലേസ് വാല്യൂ തന്നെ എടുക്കാം അല്ലേ? പ്ലേസ് വാല്യൂ എടുത്താൽ ഇവിടെ 8, 15, 13, 5, നെക്സ്റ്റ് 13, 1, 4, 5. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? +4 ചെയ്താൽ നമ്മുടെ ആൻസർ ഇവിടെ 12 കിട്ടും. എല്ലും എമ്മും എല്ലാത്തിലും കോമൺ ആണ്, അപ്പോൾ അത് നമ്മൾ എടുക്കണ്ട. നെക്സ്റ്റ് വീണ്ടും 4 ചെയ്താൽ ഇവിടെ Q വരണം അല്ലേ? സോ Q ഇതിലും ഇല്ല. ഓപ്ഷൻ നമ്പർ ഡിയിൽ മാത്രമാണ് നമുക്കിവിടെ Q വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി വെരിഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇതിൽ നൺ ഓഫ് ദിസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഓപ്ഷൻ നമ്പർ ഡിയിലുള്ളതായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസറായിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമുക്കിവിടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് വീണ്ടും മറ്റൊരു ചോദ്യം കൂടി നോക്കാം. SHG RIF QJE PKD അടുത്തത് ഏതായിരിക്കും ടേം? അപ്പോൾ ആൽഫബറ്റ് സീരീസിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണിത്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് എസും ഹെച്ചും പിന്നെ ജിയും ഉണ്ട്. അതുപോലെ ആറും ഐയും എഫും തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്യൂവും ജെയും ഇയും ഉണ്ട്. വീണ്ടും പിയും കെയും ഡിയും ഉണ്ട്. അടുത്ത ടേം ഇവിടെ ഏതാണ് വരിക? വീണ്ടും നമ്മുടെ ലെറ്റേഴ്സ് തന്നെ ഉപയോഗിച്ച് നോക്കിക്കേ. ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ കിട്ടും PQRS. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് ഏതാണ്? O ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ OPQRS ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇനി HIJK കഴിഞ്ഞാൽ L വരണം. ഓക്കെ, GFED. അപ്പോൾ ഇവിടെ മാത്രം ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഇങ്ങോട്ട് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. അപ്പോൾ ഇവിടേക്ക് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ റോയിൽ ചെയ്ത പോലെ തന്നെ DEFG ആണ് വരുന്നത്. അപ്പോൾ ഇവിടേക്ക് സിയും വരണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഏതാ വരിക? ലാസ്റ്റ് ഇവിടെ OL ആൻഡ് C ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ OLC വന്നിരിക്കുന്ന ഓപ്ഷൻ നമ്പർ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസറായിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തത്. നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏതെങ്കിലും ചോദ്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമെൻറ്റ്സിലൂടെ നമ്മളെ എഴുതി അറിയിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിപ്പം കുറേ മിക്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തു. അതെല്ലാം ജസ്റ്റ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ്റെ സ്കോപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോയെന്നുള്ളൂ. പക്ഷേ അല്ലാതെ ഫുൾ കണ്ടൻറ്റ് ഒന്നും നമ്മളിവിടെ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സസ് ഈ എക്സാമിന് വേണ്ടി ഓൾറെഡി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മോക്ക് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വർക്കൗട്ട് ചെയ്യേണ്ടത്. മോക്ക് ക്വസ്റ്റ്യൻസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സാമിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ അതേ വെയിറ്റേജിൽ അതേ നെഗറ്റീവ് മാർക്കിങ്ങോടെ അതേ ടൈമർ വെച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ എൻട്രി ആപ്പിൽ
ഇഷ്ടംപോലെ മോക്ക് ക്വിസസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനും അല്ലെങ്കിൽ നമ്മുടെ കോഴ്സസ് ഒക്കെ ഓഫർ പ്രൈസസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ എക്സാം സംബന്ധമായ എന്ത് ഡൗട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ ഞങ്ങളോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ അക്കാഡമിക് കൗൺസിലറിൻ്റെ നമ്പറാണ്. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഇതിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡൗട്ട്സ് എഴുതി ചോദിച്ചാൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തന്നാൽ വീണ്ടും നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ കവർ ചെയ്തത്. നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമൻസിലൂടെ എഴുതി അറിയിക്കുക. ഇനി പെട്ടെന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ക്വിക്ക് ടോപ്പിക് റിവിഷനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും ജസ്റ്റ് നമ്മുടെ കോമൻസിലൂടെ എഴുതി അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.